അപ്പോൾ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെയൊക്കെ വിമാനങ്ങൾ ഇറാൻ്റെ അതിർത്തിക്ക് മുകളിലൂടെ പറന്നു പോകുന്ന വാർത്തകൾ അല്ല അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കുറച്ച് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ്റെ അതിർത്തിയിലൂടെ കടന്നു പോകുന്നു. ഇതെന്തിനാണെന്ന് ഒരു വലിയ സംശയമുണ്ട്. അതായത് രാജസ്ഥാൻ സിന്ധ് അതിർത്തിയിൽ ഇന്ത്യ വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നു. വളരെ പെട്ടെന്ന് ഒരിടത്ത് യുദ്ധം നടക്കുന്നു, ഇവിടെ ഇന്ത്യ വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നു. പാകിസ്ഥാൻ പ്രസിഡന്റ് പറയാണ് ഇത് ഞങ്ങളെ ആക്രമിക്കാനാണ്, ഞങ്ങളെ മാത്രം ആക്രമിക്കാനാണ്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? നമുക്ക് വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്ന ഒരു തെറ്റാണോ? നമ്മൾ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തും, നമ്മുടെ വിമാനങ്ങൾ കുറച്ചുകൂടെ കാര്യക്ഷമത കൈവരിച്ചൊന്ന് പരിശോധിക്കും. ഇതൊക്കെ നടത്തുന്നത് സ്വാഭാവികമായ പ്രവണതയാണ്. അതെപ്പോഴും നടത്തുന്നത് രാജസ്ഥാൻ സിന്ധ് ബോർഡറിലാണ്, അതിനപ്പുറത്തേക്ക് പാകിസ്ഥാനാണ്. അത് നമ്മുടെ കുഴപ്പമാണോ? നമ്മുടെ കുഴപ്പമാണെന്ന് ചോദിച്ചാൽ നമ്മൾ സൈന്യാഭ്യാസം നടത്തുമ്പോൾ ഇവർ വിരളുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്തിയുടെ കുഴപ്പം കൊണ്ടാണ്. മനസ്സിലായി? ഇവൻ ചെയ്തു വെച്ചിരിക്കുന്നതും ഈ പറയുന്ന സൈന്യാഭ്യാസം നടത്തുന്ന ബോർഡറിൽ ഇവൻ കഴിഞ്ഞ സിന്ദൂർ സമയത്ത് ചെയ്ത കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് നമ്മളവിടെ സുരക്ഷിതമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവൻ പറയുന്നത് അവിടെ ആണവ മിസൈൽ കൊണ്ടുവച്ച് അതിർത്തിയിൽ കൊണ്ടുവച്ച് 250 കിലോമീറ്ററിന് ഇപ്പുറത്ത് ആണവ മിസൈലുകൾ അഗ്നി 2-ൽ തൊടുത്ത് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മിസൈൽ അതിർത്തി വളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവർക്ക് ഭയമാണ്. ഭയക്കുന്നതിന് കാര്യമുണ്ട്. കാരണം ആകെപ്പാടെ ആച്ചറം പൂച്ചറും അടി മേടിച്ചുകൊണ്ടിരിക്കുക. അകത്ത് മൊത്തം ആഭ്യന്തര പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നത്തിൻ്റെ കൂടെ തന്നെ ബലൂചിസ്ഥാൻ വിഷയം, ഖൈബർ പത്തൂൺ മേഖലയിൽ വിഷയം, അമേരിക്ക പറഞ്ഞതനുസരിച്ച് ബലൂചിസ്ഥാൻ ഒരുക്കുന്നതിനും ഖൈബർ പത്തൂൺകളിലേക്ക് അമേരിക്കയുടെ താല്പര്യം അനുസരിച്ച് പാത ഒരുക്കുന്നതിനും, അല്ലെങ്കിൽ നമ്മളൊക്കെ കാണിക്കുന്ന പോലെ നമ്മളിപ്പോൾ എന്തോ ചെയ്യുന്നത്, നമ്മളുടെ അതിർത്തി കടന്നിട്ട് ഉള്ള ഭീകരവാദത്തെ ഭീകരന്മാരെ പിടിക്കും, അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ ഭീകര താവളങ്ങൾ അടിക്കും. ഇതുപോലെ പുള്ളി അപ്പുറത്ത് കയറി അടിച്ചത് ഏതാ? അതിന് കപ്പാസിറ്റി വേണം. അതിന് കപ്പാസിറ്റി ഉണ്ടാകാൻ ഇന്ത്യ അടിക്കണം. തിരിച്ചടിക്കാൻ പറ്റാത്തവണ്ണം അടിച്ച് നമ്മൾ തീർക്കും. അത് നമ്മൾ സിന്ധൂരിലും തീർത്തു. അതിന് മുമ്പ് ഒത്തിരി സർജിക്കൽ സ്ട്രൈക്ക്. ഇതിന് മാതൃകയാക്കിക്കൊണ്ട് ഇയാൾ കയറി അവിടെ അടിച്ചു. അവന്മാർ തീർത്ത് ഇങ്ങോട്ട് കയറിയേക്കുക. ഈ സമയത്ത് ഇറാൻ്റെ യുദ്ധം നടക്കുന്നു. ഇറാൻ യുദ്ധം നടക്കുന്നു. ഇറാന് വേണ്ടി സൈനിക താവളം ഒരുക്കി, അല്ലെ വ്യോമത്താവളം ഒരുക്കി എന്നുള്ള ഒരു ആരോപണം നിൽക്കുന്നു. അങ്ങനെ ഒരുക്കി തന്നില്ലായിരുന്നെങ്കിൽ ഇസ്രയേൽ അഫ്ഗാനിസ്ഥാനെ സഹായിച്ചതിനെയും ഇന്ത്യക്ക് വേണ്ടി എന്നുള്ള വാർത്തയും ഒക്കെ മുനീറിൻ്റെ അടുത്ത് പറഞ്ഞാണ് ഇത് ഒരുക്കിയെന്ന് പറയുന്നത്. ഏതായാലും ഇറാൻ ഇപ്പോൾ പോർ വിളിച്ചിട്ടുണ്ട്. എങ്ങനെ വന്നാലും കോഴി കിടക്കപ്പുറത്തില്ലെന്ന് പറഞ്ഞില്ല, മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഈ സമയത്ത്, അതായത് ആരും സഹായിക്കാനും അമേരിക്കയെ വിശ്വസിച്ച പലതും ചെയ്തത്, അമേരിക്കയെ വിശ്വസിച്ച സിന്ധൂരിന് ശേഷം നിന്നത്, അമേരിക്കയെ വിശ്വസിച്ചാണ് ഇപ്പോഴും ഇറാന് വേണ്ടി ഒരുപക്ഷെ ഖമേനിയെ കൊല്ലുന്നതിന് സൈനിക താവളം അല്ലെങ്കിൽ അതിന് ബേസ് കൊടുത്തത് എന്ന് വിചാരിക്കേണ്ടി വരും. അങ്ങനെ വാർത്ത വരുന്നു. അപ്പോഴും ഇപ്പം ഇറാൻ അടിച്ചാൽ ഇറാൻ എല്ലാവരും അടിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ സ്പെഷ്യലായിട്ട് അടി വേണ്ട, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സ്പെഷ്യൽ അടി വേണ്ട, എല്ലായിടും വിടുന്നതിന്റെ കൂട്ടത്തിൽ ഇവന്റെ ഇവിടെയും കൂടെ വിട്ടാൽ, ഇവന്റെ ഇവിടെ വിട്ടാലുള്ള കുഴപ്പം എന്തുവാ? ഇവനെ സുരക്ഷിതമല്ല. അഫ്ഗാനിസ്ഥാൻ ഒരു സൈഡിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കും, ഇന്ത്യ രാജസ്ഥാൻ ബോർഡറിൽ കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവരുടെ വിചാരം ഇപ്പം രാജസ്ഥാൻ മേഖലയിൽ ഏറ്റവും വലിയ സൈനികാഭ്യാസം നടക്കുന്നത്, അടച്ചിട്ടിരിക്കുക, എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. അതിന്റെ കൂടെ അതിർത്തിയിൽ ഈ ഇത്തരത്തിൽ നമ്മുടെ അഗ്നി 2 മിസൈലുകളും കൂടെ വിന്യസിക്കുന്നു. അതിന് ആണവ പോർമുഖം വരെയുണ്ട്. ഇത് സി ന്യൂസും ഡിഫൻസ് സൈറ്റുകളും ഒക്കെ വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇതിന് വേറെ പ്രത്യേകത, 2500 കിലോമീറ്റർ വരെ ദൂരെ സഞ്ചരിക്കാൻ പറ്റും. ആലോചിച്ചോണം, എവിടം വരെ ചെല്ലാൻ പറ്റുന്നു. അപ്പൊ അവൻ നോക്കുമ്പം അവന്റെ പല സൈനിക, നേരത്തെ കിട്ടിയ പല സൈനിക താവളങ്ങളും അല്ലെങ്കിൽ പല വ്യോമത്താവളങ്ങളും ഒക്കെ ലക്ഷ്യം വെക്കാവുന്ന രീതിയിലേക്കാണ് ഇത് വിന്യസിച്ചിരിക്കുന്നതെന്ന് ഇവരുടെ വിചാരം എന്നല്ല ഉള്ള പ്രശ്നം. എന്നറിയോ, ഇപ്പൊ ഇറാന് എല്ലാവിധ ശക്തിയും ചോർന്നു എന്ന് പറഞ്ഞു. ഇറാന് ഈ വലിയ വ്യോമ ശക്തിയൊന്നുമില്ല. പക്ഷെ ഇറാൻ ഈ അമേരിക്കക്കെതിരെ അല്ലെ ഇസ്രായേലിനെതിരെ നടത്തുന്ന മുഴുവൻ ഈ മിസൈൽ ആക്രമണം. മിസൈൽ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിൽ വളരെ പവർഫുൾ ആയിട്ട് ആക്രമണം നടത്താൻ പറ്റും. ഈ മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്താൽ പോലും അതിന്റെ ഭാഗങ്ങൾ ചെന്ന് വീണിട്ട് അവിടെ വലിയ ചെറുതും വലുതുമായ സ്ഫോടനങ്ങൾ ഉണ്ടാകും. ഇവിടെ ഇന്ത്യക്ക് ഈ പറയുന്ന ആണവ വാർഹെഡുകൾ വഹിക്കാൻ കഴിയുന്ന നിരവധി മിസൈലുകളുണ്ട്. ഇപ്പം നമ്മൾ ഈ രാജസ്ഥാൻ അതിർത്തിയിൽ കൊണ്ടുവെക്കുന്ന ഇത്തരം മിസൈലാണ്. പക്ഷെ അതിനകത്തൊന്നും ആണവ വാർഹെഡുണ്ടെന്ന് നമ്മൾ അറിയില്ല. പക്ഷേ വെക്കാൻ പറ്റിയിട്ട് അവർ പേടിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ നോട്ടാൻ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് രാജസ്ഥാൻ, സിന്ധ്, പഞ്ചാബ് അതിർത്തിയിലൊക്കെ നോട്ടാൻ പ്രഖ്യാപിക്കും. അങ്ങനെ ആയാൽ മറ്റ് ലോകരാജ്യങ്ങളിലെ വിമാനങ്ങളൊന്നും ഇതിലേക്കൂടെ വരല്ലേ, ഞങ്ങളിവിടെ അഭ്യാസ പ്രകടനം നടത്തുകയാണെന്ന് പറയാം. ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ്റെ കരസേനയെ മുഴുവൻ തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ സൈന്യത്തെ ചെറുക്കാൻ വേണ്ടി, അല്ലെ അഫ്ഗാനിസ്ഥാനെ ചെറുക്കാൻ വേണ്ടി അതിർത്തിയിൽ വിന്യസിച്ചു.
വിന്യസിച്ചു. ഈ വിന്യസിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് മിസൈലുകൾ വെക്കുന്നു, വ്യോമാഭ്യാസ പ്രകടനം നടത്താനായിട്ട് നമ്മുടെ ആധുനിക യുദ്ധവിമാനങ്ങൾ അവിടെ പ്രകടനം നടത്തുന്നു എന്ന് മാത്രമല്ല നമ്മളൊരു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രകടനമാണ് നടത്താൻ പോകുന്നത്. ഇത് നമ്മൾ മുൻകൂട്ടി അറിയിച്ചാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു അഭ്യാസ പ്രകടനം നടത്തുന്നത് ഞങ്ങളെ ആക്രമിക്കാനാണെന്ന് പാകിസ്ഥാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? അപ്പോൾ പാകിസ്ഥാൻ പേടിക്കേണ്ട എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്ത്യക്കെതിരെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പാകിസ്ഥാനെ ആരെങ്കിലും സഹായിക്കണമെങ്കിൽ അത് അമേരിക്കയുടെ സഹായം വേണം. അമേരിക്ക ഇവിടെ മുച്ചൂട് യുദ്ധത്തിൽ മുങ്ങിയിരിക്കുക, ഒരു സഹായം കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ കയറി ആക്രമിക്കും, ഇതാണ് ഭയപ്പെടുന്നത്. ഇത് മാത്രമല്ല, ഇവരിപ്പോൾ പേടിക്കാനുള്ള കാരണം ഇന്ത്യ ഇപ്പോൾ 2 S-400 ഓർഡർ ചെയ്തു. എന്തിനാണ് 3 4 S-400 വേണ്ടത്? അപ്പോൾ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നമ്മൾ വളരെ ശ്രദ്ധ പുലർത്തുന്നു. അപ്പോൾ റഷ്യയുടെ വ്യോമ പ്രതിരോധം മാത്രമല്ല, നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. ഇതായിരുന്നു ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് രാജസ്ഥാൻ, സിന്ധ്, പഞ്ചാബ് അതിർത്തികളിൽ നമ്മൾ വിന്യസിച്ച. അന്ന് ഈ തുർക്കിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഡ്രോണുകൾ തുടർച്ചയായിട്ട് ഇന്ത്യക്ക് നേരെ അയച്ചു. ഇത് ചിലതൊക്കെ നമ്മുടെ പഞ്ചാബിലെ, രാജസ്ഥാനിലെ അതിർത്തി ഗ്രാമങ്ങൾ വീണു, കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ബാക്കിയുള്ളതിനെയൊക്കെ നമ്മുടെ തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു. ഇവിടെ ഇപ്പോൾ വ്യോമ പ്രതിരോധ സംവിധാനം നിലയുറപ്പിക്കുന്നു, ആണവ പോർമുലയുള്ള നമ്മുടെ മിസൈലുകൾ നിലയുറപ്പിക്കുന്നു, ഇപ്പുറത്തേക്ക് വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നു. പാകിസ്ഥാൻ പേടിക്കില്ലേ? അതുകൊണ്ട് പാകിസ്ഥാൻ വ്യോമസേനയും ഇപ്പോൾ ഈ പഞ്ചാബ്, സിന്ധ് അതിർത്തിയിലേക്ക് വരികയാണ്. പാകിസ്ഥാൻ പ്രസിഡന്റ് ഔദ്യോഗികമായിട്ട് തന്നെ പറയുന്നു ഇത് ഞങ്ങളെ ആക്രമിക്കാൻ. ഇവരെന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? പേടിക്കാൻ കുറ്റമുണ്ടായി. ഈ ഇതിനകത്ത് വേറെ ഇപ്പൊ പറഞ്ഞാൽ ഇപ്പൊ ഇതെല്ലാത്തിന്റെ കൂടെ ഷേഖ് നാഗേഷ് എന്ന് പറഞ്ഞൊരു ഈ നമ്മുടെ ആത്മഹത്യാ ഡ്രോൺ ഉണ്ടല്ലോ, വളരെ അപകടകാരിയാണ്. അതും വന്നിട്ടുണ്ട് ഇവിടെ, അതിർത്തി വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് പേടിക്കുന്നതിന് കുറ്റമല്ല, അവർക്കറിയാം കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി. അതായത് ഈ രാജ്യത്തെ അങ്ങ് നമ്മൾ പറയത്തില്ല, അതിൻ്റെ ഇസ്രായേലിനെ 25 കൊല്ലത്തിനകം തീർക്കുമെന്ന് പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ ഫിനിഷ് ചെയ്ത് കളയുക എന്നുള്ളത് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പണി ഏറ്റവും അവസാനം മാത്രം തീരുമാനിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതാണ് നമ്മളെ അടിക്കാൻ നിൽക്കുന്ന തുർക്കിക്ക് നമ്മുടെ സമയം വന്നപ്പോൾ മരുന്നും അവന് വെള്ളവും കുത്തും, അവൻ നമ്മളെ അതിന് ശേഷം അടിച്ചു. ആർക്കാ ദുരിതമില്ല ഉള്ള സമയത്ത് നമ്മൾ എത്ര ശത്രു ആണെങ്കിലും നമ്മൾ കൊടുക്കത്തില്ലേ? ഇപ്പൊ തന്നെ ഈ അഫ്ഗാനിസ്ഥാൻ നമ്മുടെ കൂടെ നിൽക്കുന്നതിന്റെ കാര്യം എന്തോ, ലോകത്തുള്ള രാജ്യങ്ങൾ മൊത്തവും കളഞ്ഞപ്പോൾ നമ്മൾ അവന് കൊണ്ട് മരുന്നും കൊടുത്തു, അവന് വേണ്ട അരിയും കൊടുത്തു, നീ കഴിച്ചുകൊണ്ട് കിടക്കും, നീ എന്ത് ക്രൂരപ്രവൃത്തി ചെയ്താലും. ഇതുകൊണ്ടാണല്ലോ അവനിപ്പം ആരും ഇല്ലാത്തപ്പോൾ നമ്മുടെ കൂടെ വന്നത്. ഇതിനകത്ത് ഇത് കൂട്ടി വായിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ് ഇന്ത്യയോട് കളിക്കുന്നത്. അപ്പോൾ എല്ലാവരും വട്ടമുള്ള രാജ്യങ്ങൾ മൊത്തവും നമ്മുടേതാണ്. നമ്മളോട് എതിർത്ത് നിൽക്കുന്നവനെ അങ്ങ് തീർന്നുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ കരസേന മേധാവിയൊക്കെ പറഞ്ഞിട്ടില്ല, സിന്ദൂർ അവസാനിച്ചിട്ടില്ല, സിന്ദൂർ 2 ഉണ്ട്. സിന്ദൂർ 2 എന്ന് പറഞ്ഞാൽ ഇതുപോലെ 4 ദിവസം കൊണ്ട് തീരുമെന്ന് ആരും വിചാരിക്കരുത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിനകത്ത് സൈനികരുടെ കൂടെ ഈ രാജ്യത്തിനകത്ത് ജനങ്ങളും കൂടെ ആ യുദ്ധത്തിൽ ത്യാഗം അനുഭവിക്കേണ്ടി വരും. അപ്പൊ എത്ര വലിപ്പത്തിൽ സിന്ദൂർ 2 പ്ലാൻ ചെയ്തിരിക്കുന്നു. സിന്ദൂർ 2 വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ വട്ടം ഒരുക്കുന്നല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ മിസൈലുകൾ ഉൾപ്പെടെ സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ അതിർത്തികളിലെല്ലാം സൈനികാഭ്യാസം നടത്തുന്നുണ്ടല്ലോ. ചിക്കനൊക്കെ നടത്തി, സെൻട്രൽ നടത്തി, മറ്റിടത്ത് നടത്തി. അതുപോലെ പറഞ്ഞ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളും മിസൈലുകളും പുതിയ എല്ലാം കോടിക്കണക്കിന് രൂപയ്ക്ക് നമ്മൾ മേടിക്കുന്നു. നമ്മളെ പ്രതിരോധത്തിന് വേണ്ടി നമ്മൾ പണം കൂടുതൽ മാറ്റിവെക്കുന്നു. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന 4 ദിവസം കൊണ്ട് തീർന്നതുപോലെ തീരുമെന്നാരും വിചാരിക്കരുത്. ചിലപ്പോൾ 5 കൊല്ലം വരെ യുദ്ധം പോയേക്കാം, ചിലപ്പോൾ 4 ദിവസം കൊണ്ട് ഇവനെ തീർത്തിരിക്കാം. നമ്മൾ 5 കൊല്ലത്തേക്കുള്ള യുദ്ധം പോലും പ്രതീക്ഷിച്ച് കാര്യങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. നമുക്കെതിരെ ആരൊക്കെയുണ്ട്? നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ സിന്ദൂർ കഴിഞ്ഞപ്പോൾ അമേരിക്ക നമുക്കെതിരെ ആണല്ലോ, ചൈനയും നമുക്കെതിരെ ആണല്ലോ, അഫ്ഗാനിസ്ഥാൻ നമുക്കെതിരെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ തുർക്കി നമുക്കെതിരെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരുക്കം അവർക്കും അറിയാമല്ലോ. സാറ്റലൈറ്റ് സംവിധാനവും നമുക്കുള്ളതിൻ്റെ അത്ര അല്ലെങ്കിലും ഉണ്ടല്ലോ. ഇവിടുത്തെ ചാര സാറ്റലൈറ്റ് എന്ന് പറഞ്ഞപ്പം പാകിസ്ഥാൻ പറഞ്ഞ എന്തുവാന്ന് സിനുവിന് അറിയാം. എൻ്റെ പൊന്നെ, യുവന്മാര് കള്ളന്മാരാ, ലോകത്ത് വിശ്വസിക്കരുത്. ഇങ്ങനല്ല പറഞ്ഞേ, ഇന്ത്യയെ വിശ്വസിക്കരുത്, കാലാവസ്ഥയുടെ കാര്യം ചോദിക്കാനാ പറയാനാന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാ സാറ്റലൈറ്റ് ഇത് മൊത്തവും ഉള്ള രാജ്യങ്ങളുടെ അല്ലെ ഞങ്ങളുടെ ഉൾപ്പെടെ രഹസ്യങ്ങളും നീക്കങ്ങളും അല്ലെങ്കിൽ ഞങ്ങളുടെ സൈനിക താവളങ്ങളും ഞങ്ങളുടെ വിമാനങ്ങൾ കിടക്കുന്നതും ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണല്ലോ സിന്ധുവിന് ശേഷം ഇവന്മാർ ഈ വിമാനങ്ങളും അല്ലെങ്കിൽ സൈനിക താവളങ്ങളും എല്ലാം മാറ്റാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ പട്ടാള മന്ത്രി പറഞ്ഞില്ലേ, രാജ്നാഥ് സിംഗ് പറഞ്ഞില്ലേ, എങ്ങോട്ട് മാറ്റിയാലും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു രീതിയിലും ഇവർക്ക് നിവൃത്തിയില്ലാത്തൊരവസ്ഥ. ഏതായാലും ഇവന്മാരെ തീർക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അത് എപ്പോഴാണ് എന്നുള്ളതിലേക്കുള്ള ആശങ്ക. അപ്പൊ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പൊ അടിക്കും. അതിപ്പം
അകത്തുള്ള പേടിച്ച് നമ്മൾ രാത്രി കിടന്ന് പറയത്തില്ല, അയ്യോ ഭൂതം വരുന്നേ ഭൂതം. അല്ല, ഈ പാകിസ്ഥാൻ പേടിച്ച് വേറെ കാര്യമുണ്ട്. ഈ പാകിസ്ഥാൻ നേരത്തെ സൗദി അറേബ്യയുടെ ഒരു കരാർ ഏർപ്പെട്ടു. ഏതെങ്കിലും കാരണവശാൽ സൗദി ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ പാകിസ്ഥാൻ ഇടപെടും, പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദി ഇടപെടും, ഒരു കരാറാണ്. ഇപ്പോൾ പക്ഷേ എന്ത് പറ്റി, ഇറാൻ സൗദി അറേബ്യയിൽ, കുവൈറ്റിൽ, ബഹ്റിനിൽ അങ്ങനെയുള്ള GCC രാജ്യങ്ങളിലെല്ലാം ആക്രമണം നടത്തി. അവിടെ അമേരിക്ക കൊടുത്ത വ്യോമ പ്രതിരോധ സംവിധാനം ഒന്നും സക്സസ് ആയില്ല. അവിടെ ഖത്തറിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു റഡാർ സംവിധാനമുണ്ട്, അത് ഇറാൻ തകർത്തു. ഇറാൻ തകർത്തോടുകൂടി GCC രാജ്യങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് കൂടുതൽ മികച്ചത്. കാരണം പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധ സമയത്ത് ഇന്ത്യ എന്തൊക്കെ നിലപാട് സ്വീകരിച്ചു അതൊക്കെ വളരെ സക്സസ് ആണ്. ഇന്ത്യൻ ആയുധങ്ങളെ തകർക്കാൻ പാകിസ്ഥാന് സാധിച്ചില്ല. അപ്പോൾ ഈ അറബ് രാജ്യങ്ങളൊക്കെ പറയുകയാണ്, കൊള്ളാം, ഇന്ത്യ സംഭവം കേട്ടോ, ഇന്ത്യ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ഇത് സ്വാഭാവികമായിട്ടും പാകിസ്ഥാനെ നിരീക്ഷിക്കുന്നതാണല്ലോ. അപ്പോൾ ഇന്ത്യയുടെ ആയുധങ്ങളൊക്കെ വളരെ ശക്തമാണ്, ഇന്ത്യ വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നു, ഇന്ത്യ വ്യോമ പ്രതിരോധ സംവിധാനം അതിർത്തിയിൽ വിന്യസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിട്ട് പണിഞ്ഞാൽ നമുക്ക് തടയാൻ പറ്റില്ല എന്ന് പാകിസ്ഥാൻ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക്, അതായത് നിലവിൽ അമേരിക്കയും ഈ GCC രാജ്യങ്ങളും ഇറാനും ഒക്കെ ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആണ്, അവർക്ക് വേറെ എങ്ങോട്ടും നോക്കാൻ സമയമില്ല. ഇവിടെ ഇന്ത്യക്കെതിരെ ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാനുള്ള പണിയുണ്ട്, അത് ഒറ്റയടിക്ക് ഇന്ത്യ തീർത്ത് കളയാന്ന് പാകിസ്ഥാനിട്ട് 2 പണി കൊടുത്താലോ പാകിസ്ഥാൻ എവിടെ പോയി നിൽക്കും? ആ ഒരു ഭയവും കൂടി ഉള്ളതുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് തന്നെ പറയുന്നത് ഇത് ഞങ്ങൾക്കെതിരെയുള്ള നീക്കമാണ്, അതുകൊണ്ടാണ് ഇവർ നോട്ടാം പ്രഖ്യാപിച്ചതെന്ന് പറയുന്നത്. എന്തായാലും പഞ്ചാബ്, സിന്ധ് അതിർത്തിയിൽ, രാജസ്ഥാൻ അതിർത്തിയിലൊക്കെ നമ്മൾ വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നത് ഒരിക്കലും വെറുതെ അല്ല, ചില ഉദ്ദേശങ്ങൾ, ചില പദ്ധതികളൊക്കെ ഉണ്ടാവും. എന്തായാലും നമ്മൾ നേരിട്ട് ആരെയും ആക്രമിക്കില്ല, പക്ഷേ ഇനിയൊരു ചൊറിച്ചിലുണ്ടായാൽ കിട്ടുന്ന തിരിച്ചടി ഒരു പക്ഷേ പാകിസ്ഥാന് താങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു പേടി അവർക്കുണ്ട്, അല്ലേ? ഇപ്പൊ തന്നെ കൊണ്ടുവച്ചപ്പോഴേ താങ്ങാൻ പറ്റുന്നില്ല, അടിയുടെ കാര്യം പറയണത്.